അപ്പോൾ പേരുകൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. അത്തരത്തിൽ ഒരു സ്ഥലത്തിന്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓണത്തെയും മഹാബലിയെയും വാമനനെയും നമുക്കറിയാം. വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കഥയും ചരിത്രവും ഒക്കെ നമുക്കറിയാം. എറണാകുളം ജില്ലയിലും അങ്ങനെ ഒരു പാതാളമുണ്ട്. ആ പാതാളത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. അതായത് കാക്കനാട് വഴി പാതാളം, കളമശ്ശേരി വഴി പാതാളം, ആലുവ വഴി പാതാളം. എന്താണ് പാതാളത്തിൻ്റെ പ്രത്യേകത? ഈ പാതാളത്തിൽ ആരൊക്കെയാണുള്ളത് നോക്കാം. വിശേഷം കൊച്ചി നഗരത്തിൽ നിന്ന് കൃത്യം 10 കിലോമീറ്റർ മാറിയാണ് പാതാളം. തൃക്കാക്കര വാമനക്ഷേത്രം സമീപത്തുള്ളതിനാൽ മഹാബലിയുമായും വാമനനുമായുള്ള ബന്ധവും മണ്ണിനുണ്ട്. ഒരു ഗുഹയിൽ നിന്നാണ് പാതാളത്തിന്റെ ഉദ്ഭവം. ജില്ലയിലെ പ്രധാനപ്പെട്ട വ്യാവസായിക കേന്ദ്രങ്ങളിലൊന്നായ ഏലൂരിന് തൊട്ടടുത്താണ് പാതാളം. പാതാളം എന്നുള്ള പേര് വന്നത് ഇവിടെ ഒരു ചെറിയ ഗുഹയുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് വഴി പുഴയ്ക്കക്കര ആ വഴി അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം. അതന്ന് ഇവിടെ നിന്ന് കോട്ടപ്പുറം ഭാഗത്തേക്കും ഈ മറ്റ് ചില മനകളിലേക്കൊക്കെ പോകാനുള്ള വഴിയായിരുന്നു. പാതാളം എന്ന പേരും പേരിലെ കൗതുകത്തെക്കുറിച്ചും നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ. പാലത്തിൻ്റെ ഒരു താഴത്തൊരു തുരങ്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പണ്ട് കാലത്ത് ഇവിടുത്തെ ആളുകൾ പറഞ്ഞിരുന്ന ഒരു പേരാണ് പാതാളം. അത് വാമന മാവലി ചവിട്ടി താഴ്ത്തിയപ്പോഴുള്ള ഐതിഹ്യത്തിൻ്റെ പേര് വന്നേക്കണം. പാതാളം ഇവിടെ ഉണ്ടായിരുന്നെന്നുള്ളതാണ്. ഈ പുഴയ്ക്കക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഗുഹയുണ്ടായിരുന്നു. പാണ്ഡവന്മാർ പണ്ട് കൊടുങ്ങല്ലൂരൊക്കെ പോയാണെന്നാണ് പറയണത്. ഞങ്ങളുടെ ഈ പുഴയുടെ അപ്പുറത്തൊരു ചെറിയ ഗുഹയുണ്ടായിരുന്നു മാത്രം ഉള്ളത് എനിക്കൊക്കെ അറിയാൻ പാടുള്ളൂ. പുഴയ്ക്കക്കര ഒരു പാതാളം ഉണ്ടായിരുന്നായിരുന്നു. അത് പണ്ട് ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയാന്നാണ് പറഞ്ഞ കേട്ടിട്ടുണ്ടായത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു. ആ ഗുഹ വന്നതിന് ശേഷമാണ് പാതാളം വന്നത്. പുരാണത്തിലെ പാതാളത്തിന് സമാനമായുള്ള സ്വഭാവം സ്ഥലത്തുള്ളതിനാൽ ഓണമെത്തിയാൽ പാതാളവും ഉണരും. വ്യത്യസ്തമായ ഭക്ഷണത്തിൻ്റെയും പുഷ്പവ്യാപാരത്തിൻ്റെയും ഹബ്ബ് കൂടിയാണിവിടം. നഗരത്തിന് തിരക്കുകളിൽ നിന്ന് മാറി ഗ്രാമീണാന്തരീക്ഷം ആവോളം ആസ്വദിക്കാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ നഗരത്തിലെ ഗ്രാമമെന്നും പാതാളത്തെ വിശേഷിപ്പിക്കാം. എടയാർ വ്യവസായ മേഖലയടക്കം വ്യാവസായിക കേന്ദ്രങ്ങൾ സമീപത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ചെറിയ പൊട്ടിത്തെറികൾക്ക് പലപ്പോഴും പാതാള നിവാസികൾ സാക്ഷിയാകാറുണ്ട്. കൊച്ചിയുടെ മറ്റൊരു വ്യാവസായിക ഇടനാഴിയാണ് പാതാളം. ഒരുപറ്റം മനുഷ്യരെ, നിഷ്കളങ്കരായ മനുഷ്യരെ കേട്ടാണ് പാതാളത്ത് നിന്ന് ഞങ്ങൾ പോകുന്നത്. മനോഹരമായ മഴയ്ക്ക് ശേഷം പാതാളത്ത് നിന്നും ക്യാമറാമാൻ അനൂപ് എസ് നായർക്കൊപ്പം YS അഭിനന്ദ്, 24.